അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയമുള്ളവരെ, സൂറ അൽ ജാസിയ 13 വരെയുള്ള സൂക്തങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 14 മുതൽ 20 വരെയുള്ള ആയത്തുകളാണ് ഇന്നീ ക്ലാസ്സിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു മനുഷ്യർക്ക് നൽകിയ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച ചില വിവരണങ്ങളാണ് 13 വരെയുള്ള സൂക്തങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയത്. കഴിഞ്ഞ ക്ലാസ്സിൽ സമുദ്രത്തെക്കുറിച്ചും അതിലെ കപ്പലിനെക്കുറിച്ചും വിവരിക്കുകയുണ്ടായി. മാത്രമല്ല, ആകാശഭൂമികൾ ഉള്ളത് മുഴുവൻ മനുഷ്യർക്ക് വേണ്ടി അള്ളാഹു നൽകിയതാണ്. വസഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് ജമീഅൻ മിൻഹു, എല്ലാം അവനിൽ നിന്നാണ്. മനുഷ്യർ പരസ്പരം നൽകുന്ന സഹായങ്ങൾ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ നിന്ന് ഒരു വിഭവം നൽകുന്നു എന്നേ ഉള്ളൂ. എന്നാൽ അള്ളാഹു നൽകുന്ന മനുഷ്യനുള്ള അനുഗ്രഹം, സഹായം എന്നത് അവൻ്റെ മാത്രം അധികാരത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ സഹായം തേടേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്, ഫലമേൽപ്പിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ്. മറ്റൊരു ശക്തികൾക്കും നിങ്ങളെ സഹായിക്കാനോ നിങ്ങൾക്ക് എന്തെങ്കിലും നൽകാനോ കഴിയില്ല എന്നും ഈ ആയത്തിൻ്റെ ആശയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 14-ാം സൂക്തത്തിൽ അള്ളാഹു പറയുന്നു, ഖുൽ ലില്ലദീന ആമനു, ഖുൽ പ്രവാചകരെ താങ്കൾ ഉപദേശിക്കുക, ലില്ലദീന ആമനു വിശ്വാസികളോട്, യഗ്ഫിറു അവർ വിട്ടുവീഴ്ച ചെയ്യട്ടെ, അവർ പുറത്തു കൊടുക്കട്ടെ, ലില്ലദീന ഒരു കൂട്ടരോട്, ലാ യർജൂന അയ്യാമല്ല അള്ളാഹുവിൻ്റെ ദിനങ്ങളെ പ്രതീക്ഷിക്കാത്തവർ, ലി യജ്സിയ ഖൗമ ബിമാ കാനു യക്സിബൂൻ അവർക്ക് കർമ്മഫലം നൽകാൻ, ആര്? അള്ളാഹു. ഒരു സമുദായത്തിന് ബിമാ കാനു യക്സിബൂൻ അവർ സമ്പാദിക്കുന്നതിൻ്റെ. ഇവിടെ അള്ളാഹുവിൻ്റെ ദിനങ്ങളെ ഭയപ്പെടാത്തവരെ അവരോട് നിങ്ങൾ ക്ഷമിക്കുക, പുറത്തു കൊടുക്കുക എന്നാണ് പറയുന്നത്. യൗമ് എന്നതിൻ്റെ ജമാണ് അയ്യാം. അള്ളാഹുവിൻ്റെ ദിനങ്ങൾ എന്നത് കേവലം ദിനങ്ങൾ എന്ന അർത്ഥത്തിലല്ല. അറബികൾ അയ്യാമുൽ അറബ് എന്ന് പറയാറുണ്ട്. അത് മഹാസംഭവങ്ങളെക്കുറിച്ചും ചരിത്രത്തിൽ വളരെ പ്രാധാന്യത്തോടെ സ്മരിക്കുന്ന യുദ്ധങ്ങളെക്കുറിച്ചും ഓർക്കാനാണ്. ചരിത്രത്തിൽ ധാരാളം വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു മുൻകാല സംഭവങ്ങൾക്ക് നൽകിയ ശിക്ഷയെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് മഹാന്മാരായ കുറേ മുഫസ്സിറുകൾ അഭിപ്രായപ്പെടുന്നു. കാരണം മുൻകാലത്ത് ധാരാളം സമുദായത്തെ ധിക്കാരം മൂലം അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട്. ആദ്, സമൂദ് ഗോത്രങ്ങൾ, നൂഹ് നബിയുടെ ജനത, വിശ്വാസികളല്ലാത്ത ധിക്കാരികളായ ജനതയെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട്. ലൂത്തിൻ്റെ ജനതയെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട്. ഫറോവ അള്ളാഹു നശിപ്പിച്ച ഒരധികാരിയായിരുന്നു, അഥവാ രാജാവായിരുന്നു. ഇതിലെല്ലാം നിങ്ങൾക്ക് വലിയ പാഠമുണ്ട്. ഇതൊന്നും നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ലേ? അള്ളാഹുവിൻ്റെ ദിനങ്ങളെ ഭയപ്പെടാത്തവർ എന്നത് അള്ളാഹുവിൻ്റെ ശിക്ഷകളെ പേടിക്കാത്ത ആളുകളാണ്. അവരോട് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുക എന്നാണ്. ഒന്നും ചെയ്യാൻ നിങ്ങൾ ക്ഷമിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ മാപ്പിരക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചു കൊടുക്കണം, നിങ്ങൾ തലകുനിക്കണം എന്ന അർത്ഥത്തിലല്ലല്ലോ. യഗ്ഫിറു അവർക്ക് പുറത്തു കൊടുക്കുക എന്നതാണ് ഇവിടെ പ്രയോഗം. അഥവാ ചെയ്യാൻ കഴിവുണ്ടായിട്ടും അതിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതിനെക്കുറിച്ചാണ് യഗ്ഫിറു എന്ന് പറയുക എന്ന് ലളിതമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് അവരോട് നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങളുടെ ക്ഷമ കാരണം അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകും. നിങ്ങളുടെ മാന്യത, നിങ്ങളുടെ ക്ഷമ, നിങ്ങളുടെ നിലപാട് കാരണം ദുന്യാവിൽ തന്നെ അള്ളാഹു നിങ്ങളെ പരിഗണിക്കുകയും അതിനുള്ള അർഹമായ പ്രതിഫലം നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. ഇനി അവർ നിങ്ങളെ ഉപദ്രവിക്കുന്നു, പേന കൊണ്ടും വായ കൊണ്ടും അധികാരം കൊണ്ടും നിങ്ങൾക്ക് ഉപദ്രവം ഏൽപ്പിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ക്ഷമ കാരണം അവർക്കുള്ള പരിണിതി, അവർക്കുള്ള ശിക്ഷ അള്ളാഹു നൽകിക്കൊള്ളും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ലിയജ്സിയ ഖൗമ ബിമാ കാനു യക്സിബൂൻ മൻ അമില സ്വാലിഹൻ ഫലിനഫ്സിഹി വമൻ അസാ ഫഅലൈഹാ സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ. ഒരുവൻ നന്മ ചെയ്യുന്നുവെങ്കിൽ അത് അവന് വേണ്ടി തന്നെയാണ്, തിന്മ ചെയ്യുന്നെങ്കിൽ അതിന് ദുഷ്ഫലം അനുഭവിക്കേണ്ടതും അവൻ തന്നെ. വമൻ അസാഹ ഫഅലൈഹാ, അതിൻ്റെ അനന്തരഫലം അനുഭവിക്കേണ്ടത് അവൻ തന്നെയാണ്. സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ, പിന്നെ എല്ലാവർക്കും തിരിച്ചെത്തേണ്ടത് അവരുടെ റബ്ബിലേക്കാണ്. സൂറത്തുൽ സിൽസാലിൽ ഒക്കെ രണ്ട് രീതിയിലും അദ്ദേഹത്തിൻ്റെ പേര് പറയും. ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. അണുമണിത്തൂക്കം നന്മ തിന്മ ചെയ്തവൻ അതവൻ കാണുമെന്ന് ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നുണ്ട്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ ലഹാ മാ കസബത് വഅലൈഹാ മക്തസബത്.
ഒരാൾക്കും കഴിവിൻപടി കഴിവിൻ ഉപരി അള്ളാഹു എന്ത് ചെയ്യുന്നില്ല, ഒന്നും കൽപ്പിക്കുന്നില്ല, ബുദ്ധിമുട്ടിക്കുന്നില്ല. ഓരോരുത്തരും സമ്പാദിച്ചത് അവരവർക്കുണ്ട്. ഖുർആൻ തന്നെ നന്മയുടെ മാർഗത്തിൽ സഹകരിക്കണമെന്നാണ് പറയുന്നത്. ഇദ്ഫഅ ബില്ലത്തി ഹിയ ഹസൻ, തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. ഇതെല്ലാം ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാര്യങ്ങളാണ്. ഏതിലാണ് നിങ്ങൾ സഹകരിക്കേണ്ടത്, എന്ത് നിലപാടായിരിക്കണം നിങ്ങൾക്കുണ്ടാവേണ്ടത് എന്ന് ഖുർആൻ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ സത്യവിശ്വാസികളെ ഓർമ്മപ്പെടുത്തുന്നു. അത്തരമൊരു നിലപാടിനെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത്. തുടർന്ന് 16-ാം സൂക്തത്തിൽ അള്ളാഹു പറയുന്നു, വലഖദ് ആതൈനാ ബനി ഇസ്രായീൽ അൽ കിതാബ വൽ ഹുക്മ വൻ നുബുവത വറസഖ്നാഹും മിനത് ത്വയ്യിബാതി വഫളൽനാഹും അലൽ ആലമീൻ. ഇതിനു മുമ്പ് ഇസ്രായേൽ വംശത്തിന് നാം വേദവും ആധിപത്യവും പ്രവാചകത്വവും അരുളിയിട്ടുണ്ട്. നാം അവർക്ക് വിശിഷ്ട വിഭവങ്ങൾ പ്രദാനം ചെയ്തു. അവരെ ലോകത്തുള്ള സർവ്വജനങ്ങളെക്കാളും ശ്രേഷ്ഠരാക്കി മാറ്റുകയും ചെയ്തു. ബനു ഇസ്രായേൽ സമൂഹത്തെ ഖുർആൻ ധാരാളമായിട്ട് പരാമർശിച്ച ഒരു സമൂഹമാണ് ബനു ഇസ്രായേൽ സമൂഹം. അവരിൽ ധാരാളം പ്രവാചകന്മാർ വന്നിരുന്നു. യസൂസഹുമുൽ അംബിയ, അവരിലേക്ക് അവരുടെ അധികാരികളായിട്ട് പ്രവാചകന്മാരെ അള്ളാഹു നൽകിയിരുന്നു എന്നൊക്കെ പറയുന്നു. ദാവൂദ് നബി, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇവരെല്ലാം അവരിലെ പ്രവാചകന്മാരായിരുന്നു, അവരുടെ രാജാക്കന്മാരായിരുന്നു. ധാരാളം പ്രവാചകന്മാർ ബനു ഇസ്രായേൽ സമൂഹത്തിലേക്ക് വന്നിട്ടുണ്ട്. അള്ളാഹു ഒരു സമൂഹത്തിന് നൽകിയ 5 അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അവർക്ക് വേദം നൽകി, അവർക്ക് ആധിപത്യം നൽകി, അവർക്ക് പ്രവാചകത്വം നൽകി, വിശിഷ്ട വിഭവങ്ങൾ അവർക്ക് പ്രദാനം ചെയ്തു, അവരെ ലോകത്തുള്ള സർവ്വജനത്തെക്കാളും ശ്രേഷ്ഠരാക്കുകയും ചെയ്തു. ഇവിടെ വേദം എന്നത്, അള്ളാഹുവിൻ്റെ കലാം എന്നത് കനമുള്ള ഒന്നാണ്. അതവരുടെ കൂടെയുണ്ട്. അവർക്ക് അള്ളാഹു ഹുക്കുമ് നൽകി, അധികാരം നൽകി. ഇവിടെ ഹുക്കുമ് എന്നതിന് 3 ആശയങ്ങളാണ് സയ്യിദ് അബുൽ അല മൗദൂദി സാഹിബ് സൂചിപ്പിക്കുന്നത്. ഒന്ന്, വേദവിജ്ഞാനവും അതിനെക്കുറിച്ചുള്ള ഗ്രഹണവും ദീനിനെ മനസ്സിലാക്കലും. 2, വേദഗ്രന്ഥത്തിൻ്റെ ലക്ഷ്യത്തിന് അനുഗുണമായി പ്രവർത്തിക്കുന്നതിനുള്ള തത്വദീക്ഷ നൽകി. 3, കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനുള്ള യോഗ്യതയും അവർക്ക് നൽകി. മാത്രവുമല്ല, വറസഖ്നാഹും മിനത് ത്വയ്യിബാത്, മന്നയും സൽവയും തുടങ്ങി വിഭവങ്ങൾ, ഭക്ഷണങ്ങൾ യഥേഷ്ടം അവർക്ക് അള്ളാഹു നൽകി. വഫളൽനാഹും അലൽ ആലമീൻ, എല്ലാ ജനങ്ങളെക്കാളും അള്ളാഹു അവർക്ക് ശ്രേഷ്ഠ നൽകി. എല്ലാ കാലത്തും മികച്ചു നിൽക്കുന്നവരാണ് ബനീ ഇസ്രായേൽ സമൂഹം എന്നല്ല ഈ പറഞ്ഞതിനർത്ഥം. വാത്തൈനാഹും ബയ്യിനാത്തി മിനൽ അംർ, വാത്തൈനാഹും ദീനി വിഷയത്തിൽ സുവ്യക്തമായ മാർഗദർശനങ്ങൾ അരുളി. അമ്ര എന്നത് ദീൻ എന്നാണ് ഇവിടെ ഉദ്ദേശം. ഫമഖ്തലഫു ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു ബഗ്യം ബൈനഹും, പിന്നീട് അവരിലുണ്ടായ ഭിന്നിപ്പുകൾ അത് അജ്ഞത മൂലമല്ല, ജ്ഞാനം ലഭിച്ച ശേഷം പരസ്പരം അതിക്രമിക്കാൻ ഇച്ഛിച്ചത് മൂലം ഉണ്ടായിട്ടുള്ളതാണ്. അവർ ഭിന്നിക്കാനുള്ള കാരണം ബഗയാണ്. ബഗ എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക, സ്വാർത്ഥതയ്ക്ക് പറയും. ബഗ്യ എന്നൊക്കെ പറഞ്ഞാൽ വ്യഭിചാരി എന്നുള്ള രൂപത്തിലും പറയാറുണ്ട്. എന്നുവെച്ചാൽ അവരുടെ ബഗി, സ്വാർത്ഥത കാരണമാണ് അവർ ഭിന്നിച്ചത്. വിശുദ്ധ ഖുർആൻ കയ്യിലുണ്ട്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ അധ്യാപനങ്ങൾ കയ്യിലുണ്ട്. ബഗി മൂലം ലോക ജനത, മുസ്ലിം സമൂഹത്തിലും ഭിന്നതകളുണ്ട്. ചെറിയ വിഷയങ്ങൾ മുതൽ വലിയ വലിയ വിഷയങ്ങളിൽ വരെ അഭിപ്രായ ഭിന്നത ഉണ്ടാകുകയും എന്നിട്ട് ബഗി കാരണം പരസ്പരം പോരടിക്കുകയും മറ്റുള്ളവരെ കാഫിറാക്കുകയും മുശ്രിക്കാക്കുകയും നരകാവകാശികളെന്ന് മുദ്ര കുത്തുകയും പുത്തൻ പ്രസ്ഥാനക്കാരൻ അവരെ ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രവണത ഇന്നും നമുക്ക് കാണാൻ കഴിയും. ഒരു സമൂഹം നശിക്കാനുള്ള കാരണം അവരിലെ ഭിന്നതയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ വളരെ കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. വഅ്തസിമു ബിഹബിലില്ലാഹി ജമിയ, നിങ്ങൾ അള്ളാഹുവിൻ്റെ പാശം മുറുകെ പിടിക്കുക, നിങ്ങൾ ഭിന്നിക്കരുത്. നിങ്ങൾ ഭിന്നിച്ചാൽ നിങ്ങളുടെ കാറ്റ് പോകും എന്ന് ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് താക്കീത് നൽകുന്നുണ്ട്. ബനീ ഇസ്രായേൽ സമൂഹം നശിക്കാനുള്ള കാരണം അവർക്കിടയിലെ ബഗയായിരുന്നു, സ്വാർത്ഥതയായിരുന്നു എന്ന് ഖുർആൻ വളരെ കൃത്യമായിട്ട് ധാരാളം സ്ഥലങ്ങളിൽ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇന്ന റബ്ബക യഖ്ളി ബൈനഹും യൗമൽ ഖിയാമത്തി ഫീമാ കാനൂ ഫീ യഖ്തലിഫൂൻ, അവർ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ അന്ത്യനാളിൽ അള്ളാഹു വിധി പ്രസ്താവിക്കും. എന്നിട്ട് പ്രവാചകനോട് പറയുന്നുണ്ട്, സുമ്മ ജഅൽനാക അലാ ശരീഅത്തിൻ, പ്രവാചകരെ താങ്കൾക്ക് നാം ഒരു ശരീഅത്ത് നൽകി, മിനൽ അംരി, പ്രവാചക ദീനീ വിഷയത്തിൽ നിന്നെ ഒരു രാജപാതയിൽ അഥവാ ശരീഅത്തിലാക്കിയിരിക്കുന്നു നാം. ഫത്തബിഹ, നീ അതിനെ പിൻപറ്റുക. വലാ തത്തബി അഹ്വാ അല്ലദീന ലാ യഅലമൂൻ, അറിവില്ലാത്തവരുടെ അഭിലാഷങ്ങൾക്ക് നീ ഒരിക്കലും വഴങ്ങിക്കൂടാ. അള്ളാഹുവിനെതിരെ നിനക്കൊരു ഗുണവും ചെയ്യാൻ അവർക്കാവില്ല.
ഇന്നഹും ലയഗ്നു അൻക മിനല്ലാഹി ഷൈഅ വഇന്നൽ ളാലിമീന ബഅ്ളുഹും മൗലിയാഉ ബഅ്ള് വല്ലാഹു വലിയുൽ മുത്തഖീൻ. അള്ളാഹുവിനെതിരെ നിനക്കൊരു ഗുണവും ചെയ്യാൻ അവർക്കാവില്ല, അവരിൽ ആർക്കും സാധ്യമല്ല എന്ന് പറഞ്ഞിട്ട് ധിക്കാരികൾ പരസ്പരം കൂട്ടുകാരാണ്. അള്ളാഹു ഭക്തജനങ്ങളുടെ കൂട്ടുകാരനാണ്. ഇത് സകല ജനത്തിനുമുള്ള ഉൾക്കാഴ്ചയുടെ കിരണങ്ങളാണ്. ദൃഢവിശ്വാസമുള്ളവർക്ക് സന്മാർഗവും കാരുണ്യവുമാണ്. ഹാദാ ബസായിറു ലിന്നാസി വഹുദം വറഹ്മത്തുൽ ലിഖൗമി യുഖിനൂൻ. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറയുന്ന കാര്യം, അള്ളാഹു പ്രവാചകന്മാരെ അയക്കാതെയും വേദഗ്രന്ഥം അറിയിക്കാതിരുന്നത് മൂലം ആളുകൾ ശരിയായ മാർഗം തെറ്റിപ്പോയതല്ല. ബനീ ഇസ്രായേൽ സമൂഹം തകരാനുള്ള കാരണം അവർക്കിടയിലെ സ്വാർത്ഥത മൂലമാണ്. ഭൗതികമായ താല്പര്യങ്ങളായിരുന്നു അവരെ നശിപ്പിച്ചത്. പുതിയ പുതിയ മതങ്ങളും മാർഗങ്ങളും ഉണ്ടാക്കിയ അവർ തന്നെയാണ് നാശത്തിന് ഹേതു. നേരത്തെ ഇസ്രായേൽ വംശത്തെ ഏൽപ്പിച്ചിരുന്നത് ഇപ്പോൾ പ്രവാചകരെ താങ്കളെ ഏൽപ്പിച്ചിരിക്കുന്നു. ജ്ഞാനം ലഭിച്ചിട്ടും അവർ പരസ്പരമുള്ള മത്സരത്താൽ ദീനിൽ ഭിന്നതകൾ സൃഷ്ടിച്ചു, വ്യത്യസ്ത വിഭാഗങ്ങളായി തിരിഞ്ഞു. അങ്ങനെ അവർ ലോകത്തെ ദൈവിക സരണിയിലേക്ക് ക്ഷണിക്കാൻ യോഗ്യതയില്ലാത്ത ഒരു കൂട്ടം ആളുകളായിട്ട് മാത്രം പരിണമിച്ചു. ഇപ്പോൾ ഇതേ ദീനിൻ്റെ രാജമാർഗത്തിൽ നിങ്ങളെയും നിങ്ങളുടെ സമൂഹത്തെയും ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ വംശം വർജിക്കുകയും നിറവേറ്റാൻ യോഗ്യതയില്ലാതായിരിക്കുകയും ചെയ്ത സേവനങ്ങൾ നിങ്ങൾ നിറവേറ്റണം. അതുകൊണ്ട് പ്രവാചകരെ നിങ്ങൾ എന്ത് ചെയ്യരുത്, അവരെ തൃപ്തിപ്പെടുന്നതിന് വേണ്ടി ദീനിൽ എന്തെങ്കിലും തരത്തിലുള്ള ഭേദഗതി വരുത്തരുത്. അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഈ വേദഗ്രന്ഥവും ശരീഅത്തും ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ബസായിറാണ്, അത് ഉൾക്കാഴ്ചയാണ്. സത്യാസത്യങ്ങൾ വ്യക്തമായി വേർതിരിക്കാൻ ഉതകുന്ന വെളിച്ചം അത് പ്രസരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ സത്യം മനസ്സിലാകുക ദൃഢബോധ്യമുള്ള ആളുകൾക്ക് മാത്രമാണ്. അതുകൊണ്ട് ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ദീനിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കുക, ദീനിൽ കൂട്ടിക്കിഴക്കലുകൾ നടത്തുക, ദീനിൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുകയും അല്ലാത്തതിനെ തള്ളിക്കളയുകയും ചെയ്യുക, ഇതെല്ലാം ഒരിക്കലും ഗുണകരമായ കാര്യമല്ല എന്ന് വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭാഗത്ത് പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ സൂക്തങ്ങൾ നമുക്ക് നൽകുന്ന വലിയ പാഠങ്ങളാണ്. എന്തുകൊണ്ട് ബനീ ഇസ്രായേൽ സമൂഹം നശിച്ചു, എന്താണ് മുസ്ലിം ഉമ്മ നിർവഹിക്കേണ്ട ദൗത്യം, അതുപോലെ തന്നെ ശത്രുവിൻ്റെ ആക്രമണങ്ങളും ഉപദ്രവങ്ങളും ഉണ്ടാകുന്ന ഘട്ടത്തിൽ സത്യവിശ്വാസികൾ സ്വീകരിക്കേണ്ട ധാർമ്മികമായ നിലപാട് എന്താണ്, ഈ കാര്യങ്ങളെല്ലാം അള്ളാഹു വളരെ മനോഹരമായി നമ്മോട് പങ്കുവെക്കുന്നുണ്ട്. ഖുർആനിക ആശയങ്ങളെ കൂടുതൽ നന്നായി പഠിച്ച് നല്ലവരായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.